നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണത് ചിക്കൻ വെച്ചിട്ടുള്ള ഒരു കട്ട്ലേറ്റാണ്. അതിനാവശ്യമായ സാധനങ്ങളാണ് 1/2 കിലോ ചിക്കൻ, അത് നമുക്ക് പൊടിച്ചെടുക്കണം. അതിൽ 1/2 കിലോ ഉരുളൻകിഴങ്ങ്, അത് നമുക്കൊന്ന് ഉടച്ചെടുക്കണം. ആവശ്യമായ സാധനങ്ങൾ സവാള, ഇഞ്ചിയും പച്ചമുളകും കൂടി നമുക്ക് വഴറ്റാം. 3 സവാളയും 2 പച്ചമുളകും, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. അതിന് റസ്കിൻ്റെ പൊടി ആവശ്യമായത്. ഇത് മുട്ട വേണം നമുക്ക് എടുത്ത് വയ്ക്കാം. ചിക്കനൊന്ന് പൊടിച്ചെടുക്കണം. ഈ ഉരുളക്കിഴങ്ങൊന്ന് ഉടച്ചെടുക്കണം. ആ സവാള നമുക്ക് വഴറ്റാനിടാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് പെട്ടെന്ന് വഴന്ന് കിട്ടും. നമുക്ക് 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. പച്ചമുളക് 2 എണ്ണം അരിഞ്ഞിട്ടുള്ളത്. അതായത് നമുക്ക് ഇച്ചിരി കുരുമുളക് ഇടാം. ഗരം മസാലപ്പൊടി ഇടാം. 1 സ്പൂൺ ഗരം മസാലപ്പൊടി ഇളക്കട്ടെ. ഗരം മസാലപ്പൊടി 1/2 സ്പൂൺ കൂടി ഇടുന്നുണ്ട്. കളറില്ല ഇനി. ഇളക്കിയിട്ട് നമുക്ക് ഉരുളൻകിഴങ്ങ് വേവിച്ചതും പിന്നെ അതുപോലെ ചിക്കൻ ഉടച്ചെടുത്തതിലോട്ടും കൂടി മസാലപ്പൊടി ഇട്ട് നമുക്ക് കുഴയ്ക്കണം. ചിക്കനും ഉരുളൻകിഴങ്ങും ഉടച്ച് വെച്ചിട്ട് നമുക്ക് ഈ സവാളയും പച്ചമുളകും ഇഞ്ചിയൊക്കെ വഴറ്റിയത് അതിലോട്ട്, എന്നിട്ട് ഇതും ഒന്ന് കൂട്ടി തിരുമണം. കട്ട്ലേറ്റ് ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ ഒരുപാട് മസാലക്കൂട്ടൊന്നും വേണ്ട. നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ നമുക്ക് ടേസ്റ്റിന് എത്തിയ മസാല മതി. ഒരുപാട് മസാലയൊക്കെ ആകുമ്പോൾ നമുക്ക് വയറിന് ചിലർക്ക് പറ്റില്ല. പിള്ളേർക്കൊക്കെ കൊടുക്കണതാണ്. ഇത് നമുക്കിത് നല്ലോണം കൂട്ടി തിരുമണം. നാല് മുട്ട ഇടുന്നത്. ഇച്ചിരി ഉപ്പിട്ടിട്ടുണ്ട്. ആവശ്യമായ പൊടിക്ക് ഉപ്പിട്ട്, അതുപോലെ തന്നെ ഇച്ചിരി കുരുമുളകിൻ്റെ പൊടി മുട്ടയിലിടാം. നല്ലോണം കലക്കി അപ്പോൾ ഇതൊക്കെ ശരിയാക്കി വെച്ചാൽ പൊടി ശരിയാ. മുട്ട കലക്കി വെച്ചിട്ടുണ്ട്. റസ്ക് പൊടി, നമ്മൾ ചിക്കൻ കോഴിമുട്ട, അതായത് ഉപ്പും കുരുമുളക് പൊടി ഇട്ട് ഇങ്ങനെ അടിച്ച് വെച്ചിട്ടുണ്ട്. പൊടി പല നമ്മൾ ചിക്കനും ഉരുളക്കിഴങ്ങൊക്കെ മിശ്രിതമായിട്ട് ഉരുളകളെ നമ്മുടെ ഇഷ്ട ഷേപ്പ് പോലെ അങ്ങനെ ആക്കി എടുക്കാം. വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ, ഓയില എന്താണെന്ന് വെച്ചാൽ എടുക്കാം. മുട്ടയിൽ മുക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ട് നമുക്ക് ഇതിലോട്ട് ഇടാം. ചൂടായി വരുന്നുള്ളൂ. നമുക്ക് ഇട്ട് കൊടുക്കാം. നല്ലോണം ചൂടായി വരുന്നുണ്ട്. ഒഴിഞ്ഞിട്ടുണ്ട്. ശരി.
റെഡി ആയിട്ടുണ്ട്, മുരിഞ്ഞിട്ടുണ്ട്. നമുക്കത് ഓരോന്നോരോന്ന് കോരി മാറ്റാം. നല്ല ചിക്കൻ കട്ട്ലേറ്റ് റെഡി. ഇതുണ്ട്, നമുക്ക് സോസ് ഒഴിച്ച് കഴിക്കാം. വീട്ടിലുണ്ടാക്കിയാൽ നമുക്ക് വിശ്വസിച്ച് തിന്നാം. ഓക്കെ, ബൈ.